الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وآله وصحبه أجمعين. ഹാഫിദ് ഓതിയ ആയത്ത് എല്ലാവരും ശ്രദ്ധിച്ചില്ലേ? അഫ അമിനു മക്റല്ലാ ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അഫ അമിനു മക്റല്ലാ, അല്ലാഹുവിന്റെ അട്ടിമറിയെ നിങ്ങൾ ഭയപ്പെടാതിരിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ അട്ടിമറിയെ നിങ്ങൾ നിർഭയമായിരിക്കുകയാണോ? ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. പറ്റേ പരാജയപ്പെട്ട വിഭാഗം മാത്രമേ അള്ളാഹുവിന്റെ അട്ടിമറിയെ ഭയപ്പെടാതിരിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ. ഇതെന്താണ് ഈ പറയുന്നത്? എന്താണ് അള്ളാഹുവിന്റെ അട്ടിമറി? അള്ളാഹു നടത്തുന്ന അട്ടിമറി അതെപ്പോഴും പേടിക്കണം, ഭയപ്പെടണം എന്ന് പറയുന്നത് എന്താ? ഇബ്ലീസ് ആകാശത്തിൽ വലിയ പണ്ഡിതനായിരുന്നു, മലക്കുകളെ ഉസ്താദായിരുന്നു. അങ്ങനെ ദീർഘകാലം ഇബാദത്തിലായിട്ടും മലക്കുകളുടെ ഉസ്താദായിട്ടും ഒക്കെ കഴിഞ്ഞുകൂടിയ ഇബ്ലീസ് അവസാനം പിഴച്ചു പോയപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും കരഞ്ഞുപോയി. രണ്ടുപേരും, പ്രധാനികളായ രണ്ട് മലക്കുകൾ കരയുകയാണ് ഇബ്ലീസിന്റെ അവസ്ഥ കണ്ടിട്ട്. അപ്പൊ അള്ളാഹു ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഇതുപോലെയുള്ള ഒരു അട്ടിമറി കണ്ടിട്ടാണ് ഞങ്ങൾ കരയുന്നത് എന്ന് പറഞ്ഞപ്പോ അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇതേ അട്ടിമറിയെ ഭയപ്പെട്ടുകൊണ്ടേ ഇരിക്കണം എന്ന് അള്ളാഹു പറയുകയാണ്. എല്ലാവരും അള്ളാഹുവിന്റെ അട്ടിമറിയെ ഭയപ്പെട്ടുകൊണ്ടിരിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും ദുആ ചെയ്യും, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. കൽബുകളെ മാറ്റിമറിക്കുന്ന പടച്ചോനെ, എന്റെ കൽബ് നിന്റെ ദീനിന്റെ മേൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് കൂടുതൽ ദുആ ചെയ്യുന്നത് കണ്ടപ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഇന്നക തുക്സിറു ബിഹാദ ദുആ ഫഹൽ തഖ്ഷ. നബിയെ, നിങ്ങൾ ഈ ദുആ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നുണ്ടല്ലോ, യാ മുഖല്ലിബൽ ഖുലൂബ്, കൽബുകളെ മാറ്റിമറിക്കുന്ന, കൽബുകൾക്ക് ചാഞ്ചാട്ടമുണ്ടാക്കുന്ന പടച്ചവനെ, സബ്ബിത്ത് കൽബി അലാ ദീനിക്ക്, നിന്റെ ദീനിന്റെ മേല് കൽബിനെ ഉറപ്പിച്ചു നിർത്തണേ. നബിയെ, നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എങ്ങനെയാണ് ഭയപ്പെടാതിരിക്കുക? ഖുലൂബുൽ ഇബാദി ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ. മനുഷ്യരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ വിരൽ തുമ്പിലാണ്, അഥവാ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ഇഷ്ടം പോലെ അള്ളാഹു തആല അത് മറിക്കും, ചാഞ്ചാട്ടമുണ്ടാക്കും. അപ്പൊ പിന്നെ എങ്ങനെ ഭയപ്പെടാതിരിക്കും? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ അള്ളാഹു പുകഴ്ത്തിയിരിക്കുകയാണ്. ഏത് മുഅ്മിനീങ്ങൾ? ഒരു ദുആ നടത്തുന്ന മുഅ്മിനീങ്ങൾ. റബ്ബന ലാ തുസീ ഖുലൂബന ബഅദ ഇദ് ഹദൈതന. അല്ലാഹുവേ, നീ സന്മാർഗത്തിലാക്കിയതിന്റെ ശേഷം പിന്നെ വഴി തെറ്റിക്കല്ലേ. സന്മാർഗത്തിലാക്കിയതിന്റെ ശേഷം പിന്നെ വഴി തെറ്റിക്കല്ലേ എന്നിങ്ങനെ ദ്വാരക്കുന്ന മുഅ്മിനീങ്ങളെ അല്ലാഹു തആല പുകഴ്ത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ സ്വർഗത്തിന്റെ അമലുമായിട്ട് അവന്റെ ജീവിതാവസാനം വരെ അവൻ സ്വർഗത്തിന്റെ അമലുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മുഴം മാത്രം ഡിസ്റ്റൻസേ ഉള്ളൂ. ആ ഒരു മുഴവും കൂടി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലെത്തും. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലായിരിക്കും അള്ളാഹുവിന്റെ നേരത്തെ തീരുമാനിച്ച തീരുമാനം മുൻകടക്കുക. അവൻ പിന്നെ നരകത്തിന്റെ ആൾക്കാരുടെ പണി ചെയ്യും. അങ്ങനെ ആ നരകത്തിൽ പ്രവേശിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരാനുണ്ട്. അത് സൂക്ഷിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ദീർഘകാലം പ്രവാചകനായി ഇവിടെ സേവനം ചെയ്ത ദീനീ ഖിദ്മത്തിലായ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അന്ത്യാഭിലാഷം അദ്ദേഹം രേഖപ്പെടുത്തി, തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഓർക്കണം. അങ്ങ് ബഗ്ദാദിലെ വലിയ പണ്ഡിതനായിരുന്നു ഇബ്നു സക്ക. ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന മനുഷ്യനായിരുന്നു ഇബ്നു സക്ക. ആ ഇബ്നു സക്ക
അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ ഔലിയാക്കളെ വിമർശിച്ചു. അതിന്റെ പേരിൽ ഉണ്ടായത് പിന്നീട് അദ്ദേഹം നാട്ടിൽ നിന്ന് നാട് മാറി താമസിച്ചു. അവിടെ വെച്ച് ഒരു നസ്രാനിയ പെണ്ണിനെ കണ്ടു. ആ പെണ്ണുമായി പ്രേമത്തിലായി. അങ്ങനെ പിന്നെ ആ പെണ്ണിന് വേണ്ടി മതം മാറി. പിന്നീട് അദ്ദേഹം വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം രോഗിയായപ്പോ ആരും നോക്കാനില്ലാതെ അദ്ദേഹത്തെ വഴിയിൽ കൊണ്ടുപോയി തള്ളി. അങ്ങനെ വഴിയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അയാളെ പരിചയമുള്ള ഒരാൾ നടന്നു പോയപ്പോ, നിങ്ങൾക്ക് എന്താ ഈ അവസ്ഥ വരാൻ കാരണം? കാര്യങ്ങളൊക്കെ ഇബ്നു സക്ക പറഞ്ഞു കൊടുത്തു. അപ്പൊ ചോദിച്ചു, നിങ്ങൾ നല്ല ഖുർആൻ ഓതിയിരുന്ന മനുഷ്യനാണല്ലോ, നിങ്ങൾക്ക് ഖുർആൻ ഇപ്പൊ വല്ലതും ഓർമ്മയുണ്ടോ? അദ്ദേഹം പറയുന്നു, അന്ന് ഞാൻ ഖുർആൻ അങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ ഒരായത്ത് ഓർക്കാൻ നോക്കിയിട്ട് ഒന്നിനും എനിക്ക് സാധിക്കുന്നില്ല എന്ന്. പിന്നീട് ആ ഇബ്നു സക്ക എന്ന് പറയുന്ന ആ മഹാപണ്ഡിതനായിരുന്ന വ്യക്തി മരണാസന്നനായ നിലയിലാണ്. അപ്പോൾ അദ്ദേഹത്തെ കിബിലയിലേക്ക് തിരിച്ചു കടത്തി. അപ്പോൾ അദ്ദേഹം മുഖം പിന്നെയും കിഴക്കോട്ട് തിരിക്കുന്നു. കിബിലയിലേക്ക് തിരിച്ചു കടത്തുന്ന മുഖം വീണ്ടും അദ്ദേഹം കിഴക്കോട്ടേക്ക് തിരിഞ്ഞു കടക്കുന്നു. ആ മനുഷ്യൻ അങ്ങനെ മരണപ്പെട്ടു എന്ന് ഒരു സംഭവം കാണാം. അതേപോലെ തന്നെ മിസ്റിൽ മറ്റൊരു മുഅദ്ദിനിന്റെ കാര്യം പറയുന്നുണ്ട്. ആ മുഅദ്ദിൻ, അദ്ദേഹത്തിന്റെ സ്വലാഹിന്റെ ലക്ഷണങ്ങളൊക്കെയുണ്ട്. മുഖം നല്ല ഈമാനിന്റെ പ്രകാശമാണ്, നല്ല ഇബാദത്താണ് ആ മുഅദ്ദിൻ. പക്ഷേ അദ്ദേഹം പള്ളിയുടെ മുകളിൽ കയറിയപ്പോൾ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു മതത്തിലുള്ള പെണ്ണിനെ കാണുകയും ആ പെണ്ണിൽ ഇഷ്ടപ്പെടുകയും പിന്നീട് ആ പെണ്ണിന്റെ അടുത്ത് ചെന്ന് നിക്കാഹിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ആ പെണ്ണ് പറഞ്ഞു, അന്ത മുസ്ലിമുൻ ലാ യർലാ ബിഹാദാ അബി, നിങ്ങൾ മുസ്ലിമാണ്, എന്റെ ഉപ്പാക്ക് ഇത് ഇഷ്ടമാകൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മതം മാറാം എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം മതം മാറിയപ്പോൾ വിവാഹം കഴിപ്പിച്ചു തരാമെന്ന വാക്കും കൊടുത്തു. അതിനിടയിൽ അദ്ദേഹം വീടിന്റെ മുകളിൽ എന്തോ ആവശ്യത്തിന് കയറി. അങ്ങനെ ആ മനുഷ്യൻ അവിടെ നിന്ന് താഴെ വീണു. അപ്പോഴേക്കും മരണപ്പെട്ടു. അദ്ദേഹത്തിന് വിവാഹവും നടന്നില്ല, അദ്ദേഹത്തിന്റെ മതവും മാറി. രണ്ടും കിട്ടാതെയാണ് അദ്ദേഹം മരണപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അള്ളാഹു നടത്തുന്ന അട്ടിമറി അത് നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. പള്ളിയിൽ വരുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, ദിക്റും തഹജ്ജുദും നോമ്പും ഇബാദത്തും ഒക്കെ ഉള്ളവരാണെങ്കിലും ഭയപ്പാടോടെ നമ്മൾ കഴിയണം. ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്, ശ്രദ്ധിക്കണം. നമ്മളൊക്കെ വോട്ടിന് വേണ്ടിയിട്ട്, ഇലക്ഷൻ പ്രവർത്തനത്തിന് വേണ്ടി എല്ലാവരും ഇറങ്ങുമ്പോ മറ്റേ സ്ഥാനാർത്ഥിയെ പറ്റിയിട്ട് ഇല്ലാത്ത കളവ് പ്രചരിപ്പിക്കുക, അയാളെ പറ്റി അപവാദം പറയുക, അയാളെ അപകീർത്തിപ്പെടുത്തുക, ഇതൊക്കെ ചെയ്യുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും വലിയ വൻദോഷങ്ങളിൽപ്പെട്ട ലൈംഗിക അപവാദം വരെ നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ശ്രദ്ധിക്കണം. നമ്മൾ പരാജിതരിൽപ്പെട്ട ഒരു പരാജിതരാണ് ദുന്യാവിന് വേണ്ടി ദീന് വെക്കുക. എന്നാൽ അതിനേക്കാളും സ്വന്തം ദുന്യാവ് കിട്ടാൻ വേണ്ടി സ്വന്തം ദീന് വെക്കലാണ് ഒരു പരാജയം. അതിനേക്കാൾ വലിയ പരാജയമാണ് വേറൊരാളുടെ ദുന്യാവിന് വേണ്ടി സ്വന്തം ദീന് വെക്കുക എന്നത്. അതിനേക്കാൾ വലിയ പരാജയമാണ്. അതാണ് ഈ ചെയ്യുന്നത്. വേറൊരാളുടെ ദുന്യാവിന് വേണ്ടിയിട്ട് നമ്മുടെ ദീന് നമ്മൾ നിൽക്കുക. നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ്, വികസനം പറഞ്ഞ് നമ്മൾ വോട്ട് ചോദിക്കുക, അങ്ങനെ ആ രൂപത്തിൽ പ്രവർത്തിക്കാം. അതല്ലാതെ ചെയ്യുന്നതൊന്നും മുസ്ലിമിന് പറ്റിയതല്ല. ഈ ഇബാദത്തും ഈ നിസ്കാരവും ഈ ഖുർആനോത്തും കണ്ട് ആരും പെട്ടുപോകണ്ട. അട്ടിമറി ഭയപ്പെടണം എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഈമാൻ ഉറപ്പിച്ചു നിർത്തി തരുമാറാകട്ടെ. കാമിലായ ഈമാനോടുകൂടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ ദർസിലെ കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് ഇന്നലെ രാത്രി ഒരു സഹോദരൻ 5000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ എല്ലാ വിഷമങ്ങളും നീക്കി കൊടുക്കുമാറാകട്ടെ. കച്ചവടങ്ങളിലും സമ്പത്തിലും സന്താനങ്ങളിലും കുടുംബത്തിലുമൊക്കെ അള്ളാഹു അഭിവൃദ്ധിയും ബറക്കത്തും പുരോഗതിയും നൽകുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.